അള്ളാഹുവിനെ ഓർക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിലനിർത്താനും അവനെ പഠിപ്പിച്ചതിന് ശേഷം അവനോട് 5 വക്ത് നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അഹ്മദുൽ അജമി റളിയല്ലാഹു അൻഹുവിനെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവും കണ്ടുമുട്ടുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിനോട് പറയുന്നു, ആ വരുന്നത് ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു അല്ലേ, നമുക്ക് അദ്ദേഹത്തിനോട് ഒരു മസ്അല ചോദിച്ചാലോ? ഷാഫി ഇമാം പറഞ്ഞു, വേണ്ട, അവർ അള്ളാഹുവിന്റെ സൂഫിയാക്കളിൽപ്പെട്ട അള്ളാഹുവിനെ അറിഞ്ഞ മഹാന്മാരാണ്, അവരോടെന്തിന് നാം മസ്അല ചോദിക്കണം, അവരത് പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന് ഷാഫി ഇമാം പറഞ്ഞു. എന്നാലും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം. കണ്ടുമുട്ടി സലാം പറഞ്ഞ ഉടനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഒരാൾ നിസ്കാരം 5 വക്തും നിസ്കരിക്കുന്ന ആളാണ്, അയാളുടെ ഒരു വക്ത് നഷ്ടപ്പെട്ടു പോയി, പക്ഷെ അത് ഏത് വക്ത് നിസ്കാരമാണെന്ന് അയാൾക്കറിയുന്നില്ല, അയാൾ എന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു വക്ത് നിസ്കരിച്ചാൽ മതിയോ, അതല്ല മുഴുവനും ഖളാ വീട്ടണോ? ഈ ചോദ്യത്തിന് മറുപടിയായി മഹാനായ ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് മുഖത്തിന്റെ നിറം മാറി വളരെ ക്ഷുഭിതനായിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്: അവൻ അള്ളാഹുവിനെ മറന്നവനാണ്, അവൻ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധമായ ഹൃദയത്തിന്റെ ഉടമയാണ്, അതുകൊണ്ട് അവനെ ആദ്യം അദബ് പഠിപ്പിക്കണം. അള്ളാഹുവിനെ ഓർക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിലനിർത്താനും അവനെ പഠിപ്പിച്ചതിന് ശേഷം അവനോട് 5 വക്ത് നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി പറയണം. മറുപടി കേട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തരിച്ചിരിക്കുകയും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുകയും ചെയ്തു.